കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അൻസിബ ഉണ്ടെങ്കിൽ ഇതണക്കൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. തനിക്കെതിരെ ഉണ്ടെങ്കിൽ ശ്വേതാ മേനോനും അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയ ഉണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പടർത്തുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ കേസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിനെ തുടർന്നുണ്ടെങ്കിൽ കോടതിയിലൊക്കെ പോവുകയും അങ്ങനെ പരാതി എടുക്കാനുള്ളൊരു തീരുമാനം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്തുണ്ടെങ്കിൽ ശ്വേതാ മേനോൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതാണെങ്കിൽ കമ്മിറ്റി ഒന്നും ഇതിനെക്കുറിച്ച് ഒരു കാര്യം ചെയ്യാത്തതെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ശ്വേതാ മേനോനൊക്കെ പറഞ്ഞത് അത് വലിയ കാര്യമൊന്നും ഇല്ലെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ഭയങ്കരമായിട്ട് വഷളാവുകയും അതിലുള്ള പല കാര്യങ്ങളും വെളിവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്വേതാ മേനോൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത്, തൻ്റെ പദവിയിൽ നിന്ന് ഒഴിയുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്ത് ചെയ്താലും ശരി, ആരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, താൻ തിരിച്ചു വരത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗണേഷ് കുമാറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശ്വേതാ മേനോനെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ പോലും ഉണ്ടെങ്കിൽ ആ പദവിയിൽ നിന്ന് മാറിയപ്പോഴത്തേക്ക് പുതുതായിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്ന് ഏറ്റെടുക്കുന്ന സമയം വരെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ മാറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്വേതാ മേനോൻ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു കാര്യത്തിലും തലയെടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ താൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഇനി അടുത്തത് വരുന്നവരെ താൻ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു തീരുമാനം എടുക്കാനായിരുന്നെങ്കിൽ അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇതേപോലുള്ളൊരു കാര്യം ചെയ്യേണ്ട കാര്യമേ ഇല്ല. എന്തായാലും അൻസിബയൊക്കെ ഉണ്ടെങ്കിൽ പഴയ കണക്ക് തന്നെ നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. താനുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല. തനിക്കെതിരെ ഉണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയയും അതോടെ തന്നെ ഇതേ കണക്ക് ശ്വേതാ മേനോനും കുറച്ച് കാര്യങ്ങളൊക്കെ തനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പകർത്തുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമില്ല, അതിനെതിരെ കേസ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ലക്ഷ്മി പ്രിയയുടെ കാര്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നീന കുറുപ്പിനൊക്കെ എതിരെ ഭയങ്കര മോശമുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഇത് കണക്ക് നീന കുറുപ്പിനെ കണ്ടപ്പോഴത്തേക്ക് ലക്ഷ്മി പ്രിയ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, സംസാരിക്കുന്നു, ഇതൊക്കെ കാണുന്നത്. സോ ഇതേ കണക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡൊക്കെ എടുക്കുമ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്തുവാണോ അനുകൂലിച്ച് വരുന്നത് അതിനനുസരിച്ചുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്.